ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്ന് അഗെയിൻ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ്, ഇന്നത്തെ നിങ്ങളുടെ ദിവസം എങ്ങനെ ഉണ്ടാവും, ആൻഡ് നിങ്ങളുടെ എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ നടക്കുന്നുണ്ടെങ്കിൽ അതിന് യൂണിവേഴ്സ് എന്താ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നോക്കാം. സോറി, ഓക്കെ, സോറി, ഞാൻ ഇരിക്കുന്ന പൊസിഷൻ ശരിയല്ല. ഓക്കെ, ലെറ്റ്സ് സീ യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ടെൻ ഓഫ് പെന്റിക്കിൾസ് ആണ്. വെരി നൈസ്. ടെൻ ഓഫ് പെന്റിക്കിൾസ്, ജസ്റ്റിസ്, ഗ്രേറ്റ്. ആക്ച്വലി ഒന്നാമത്തെ കാര്യം, ഇവിടെ ഒരു ന്യായം വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ന്യായം നിങ്ങളുടെ ഭാഗത്ത് വരും. അപ്പം നിങ്ങൾ എന്തെങ്കിലും ലീഗൽ മാറ്ററിലോ എന്തെങ്കിലും ഇന്നത്തെ ദിവസമല്ല, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ലീഗൽ മാറ്ററിൻ്റെ ഇഷ്യൂ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കായിരിക്കും ജയിക്കുക എന്ന രീതിയിലാണ് അത്. പ്രത്യേകിച്ച് ഇവിടെ എനിക്ക് പണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇന്ന് എടുത്ത് കാണുന്നുണ്ട്. ഫൈനാൻസിൻ്റെ കാര്യത്തിൽ ഫൈനാൻഷ്യൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ ലൈക്ക് കോർട്ട് കേസ് ആവാം, അല്ലെങ്കിൽ ജസ്റ്റ് ആരെങ്കിലുമായിട്ട് തർക്കമോ വഴക്കോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഭാഗത്ത് ന്യായം ജയിക്കും. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അതായത് എന്തെങ്കിലും നിങ്ങളുടെ പൈസ സ്റ്റക്കായി കിടന്നിരുന്നു, ആരെങ്കിലും തരാനുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ അവർ നിങ്ങൾക്ക് തരും. ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ടെൻ ഓഫ് പെന്റിക്കിൾസ് നമുക്ക് നല്ലോണം ഫൈനാൻഷ്യൽ അബൻഡൻസ് എന്ന രീതിക്കാണ് പറയുക. നയൻ ഓഫ് പെന്റിക്കിൾസും നമുക്ക് അത് തന്നെയാണ്. സോ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ മേ ബി നിങ്ങൾക്ക് ന്യായമായത് നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് പറയാം. ഓക്കെ, അതിപ്പോൾ ഏത് തരത്തിലായാലും ശരി, നിങ്ങൾ ജോലി ചെയ്തതിൻ്റെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കാം. ലീഗൽ മാറ്റർ ത്രൂ എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ അങ്ങനെ വരുന്നതായിരിക്കാം. വേറെ ഇപ്പം എന്താ, ഓക്കെ, ഫാമിലിയുടെയോ എന്തെങ്കിലും ഫാമിലി വൈസ് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ളത്, ഫാമിലിയിൽ എന്തെങ്കിലും നമ്മുടെ എന്താ പറയുക സ്വത്ത് തർക്കങ്ങൾ അങ്ങനത്തെ വലുതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഏത് തരത്തിലൊക്കെയോ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് വരുന്നുണ്ട്. നിങ്ങളിട്ട എഫേർട്സിന് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കാം. പ്രൊമോഷൻ കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സാലറി ഇൻക്രിമെൻറ്റ്, അല്ലെങ്കിൽ ഈവൻ ചിലപ്പോൾ പെട്ടെന്ന് വിചാരിക്കാതെ ഒരു ബോണസ് വരുന്ന കാര്യമായിരിക്കാം. അത് നിങ്ങൾ അർഹിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ അർഹിക്കുന്ന ഒരു കാര്യം കിട്ടുന്നതായിട്ട് ഫൈനാൻഷ്യലി ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ, ഹാപ്പിനെസ് എന്ന് പറയാം. ഓക്കെ, വേറെന്താണ് നോക്കട്ടെ. സെയിം തിങ്. ഒരുപാട് ഇന്ന് ഫൈനാൻഷ്യൽ കാര്യം ഇവിടെ കാണുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫൈനാൻഷ്യൽ മാറ്റർ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് മേ ബി സ്റ്റക്കായിരുന്ന മണി തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സ്റ്റക്കായിരുന്ന മണി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. സ്റ്റക്കായിരുന്ന ഓഫർ മേ ബി, ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ജോലിയുടെയോ എന്തിനെങ്കിലും നിങ്ങൾ ഓഫർ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ചായിട്ട് ഡിലേ ആയി കാണാം. ബട്ട് അത് വരുന്ന പോലെയാണ്. ആ ഡിലേ നിങ്ങൾക്ക് നല്ല ബെറ്റർ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. ഫൈനാൻഷ്യൽ കരിയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തോ ബെറ്റർ ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്, കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ്. സോ കരിയറിൻ്റെ മാറ്റർ ആയിരിക്കാം, ഫാമിലിയുടെ മാറ്റർ ആയിരിക്കാം, ഫാമിലിയിലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് മേ ബി നിങ്ങൾ കുറച്ച് പേർക്ക് ഓഫർ വരുന്നു എന്ന് പറയാം. മേ ബി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓഫർ ആണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഓക്കെ, ബട്ട് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് മെയിൻ ഫൈനാൻസിൻ്റെ ആണ് ഇവിടെ. കരിയർ, ഫൈനാൻസ് അങ്ങനത്തെ കാര്യങ്ങളാണ്, മണി കാര്യങ്ങളാണ്, പണത്തിൻ്റെ ആണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങൾക്കൊരു പേഴ്സൻ്റെ ഭാഗത്ത് ന്യായമായ ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടുമെന്ന് പറയാം. അവരതിനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായിട്ട് വരുന്ന പോലെയാണ്. കമ്മിറ്റഡ് ആയിട്ടൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓൾറെഡി ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഓക്കെ, അത് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്നിവിടെ ലൈക്ക് വളരെ എന്തോ കാര്യം, യെസ്, നിങ്ങളുടെ ബാക്ക് കുറച്ച് സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. 8 ഓഫ് സോർഡ്സ് ആണിത്. മെൻ്റൽ ബ്ലോക്കേജ് ആയിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് കൂട്ടി ചിലപ്പോൾ കുറേ നെഗറ്റീവ് ആലോചിച്ച് കൂട്ടിയിട്ടുണ്ടാവാം. ഓക്കെ, ബട്ട് എന്തായാലും നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. നല്ല അബൻഡൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. എല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ആണ്. വേറെ എന്തെങ്കിലും ഇവിടെ മെസ്സേജ് ഉണ്ടോ നോക്കട്ടെ യൂണിവേഴ്സിൻ്റെ. ഓക്കെ, യൂണിവേഴ്സ് എന്തിനെക്കുറിച്ചെങ്കിലും ഇത് ഇന്നിപ്പോൾ കൂടുതലും ഫൈനാൻസ് കരിയർ ആണ് എനിക്ക് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ, ഓക്കെ, നിങ്ങൾ അങ്ങനെ എടുത്തോളൂ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതായത് പണത്തിൻ്റെ ആവശ്യങ്ങൾ, ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഇതുവരെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യായമായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നു. ആൻഡ് നിങ്ങൾക്കും ലൈഫ് കുറച്ചൊരു സ്റ്റെബിലിറ്റിയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് പറയാം. ഓക്കെ, ടെൻഷൻ അടിച്ചിട്ടുണ്ടാവാം നിങ്ങൾ ഒരുപാട്, ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിക്ക്. ബട്ട് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്.
നിങ്ങൾ ന്യായമായത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ന്യായമായ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഡെവിൾ എനർജി, സോറി, വാവ്, ബ്യൂട്ടിഫുൾ, മൈ ഗുഡ്നസ്, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഓക്കെ, യെസ്, നിങ്ങൾക്ക് എന്തോ വരുന്നുണ്ട്, നിങ്ങൾക്കൊരു ന്യൂസ് കിട്ടാൻ പോകുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റക്കായിരുന്നത് മുന്നോട്ട് പോകുന്നതായിരിക്കാം. ഓക്കെ, മുന്നോട്ട് നീങ്ങും എന്ന രീതിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ ഐഡിയാസ് ഡെവലപ്പ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾ ബിസിനസ്സിലോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് സോ ലൈക്ക് ഏസ് ഓഫ് കപ്സ് ആൻഡ് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. സോ ഇത് രണ്ടും പറയുന്നത് നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നു എന്ന് തന്നെയാണ്. ഓക്കെ, സന്തോഷം, നിങ്ങളുടെ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം വൈസ് ആണെങ്കിലും ശരി, കരിയറിൻ്റെ ആണെങ്കിലും ശരി, എന്തൊക്കെയോ നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നു. ഐ തിങ്ക് ഇന്നലത്തെ കാർഡും ഞാൻ പറഞ്ഞു, എന്തൊക്കെയോ സന്തോഷങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് അത് പറയുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ കുറച്ച് ഡിലേ ആയി കാണാം. ഓക്കെ, എന്തെങ്കിലും നെഗറ്റീവ് അവിടെ വന്ന് കാണാം. ഓക്കെ, നെഗറ്റീവ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആദ്യം പേടികൾ എടുത്ത് മാറ്റൂ. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെക്കൂ. എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അർഹിക്കുന്നത് നിങ്ങൾക്ക് വന്നിരിക്കും. ഓക്കെ, ആര് നെഗറ്റീവ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ നോക്കിയാലും ശരി. ഡെവിൾ എനർജി എന്ന് പറയുമ്പോൾ മേ ബി നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ കണ്ണുതട്ടൽ ടൈപ്പ് ആവാട്ടോ. ഓക്കെ, കണ്ണുതട്ടലോ ഒരു നെഗറ്റീവ് എനർജി എന്ന രീതിക്ക് നമുക്ക് എടുക്കാം, നിങ്ങൾ ബ്ലോക്കേജ് എന്ന രീതിക്ക് നമുക്ക് പറയാം. പക്ഷെ അതെല്ലാം മാറി വരും. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ മേലെ ട്രസ്റ്റ് വെക്കുക. ഓക്കെ, ന്യായമായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കും എന്നുള്ള കാര്യം 100% ഇവിടെ ഷുവർ ആണ്. ഓക്കെ, ബ്ലെസ്സിങ് യൂണിവേഴ്സിൻ്റെ ഉണ്ട്. യൂണിവേഴ്സ് നിങ്ങളെ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഇവിടെ ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചല്ല, മീൻസ് ഇവിടെ ഒരാൾ ഇവിടെ വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്ന ഇത് ഒരു ഡെവിളിൻ്റെ ഒരു മുഖം പോലെ ഉണ്ട് ഇവിടെ കുറച്ച്. സോ മേ ബി ഡെവിൾ താഴത്തേക്ക് പോകുന്നു എന്നെടുത്തോളൂ. ഓക്കെ, അതായത് എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ബാക്കി എല്ലാം പോസിറ്റീവാണ്. സോ നെഗറ്റീവായിട്ട് മേ ബി നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ നെഗറ്റീവ് വെക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ബ്ലെസ്സിങ് തരുന്നുണ്ട്. അതും കൂടുതലും എനിക്ക് ഫൈനാൻസ് മാറ്ററിലാണ് കാണുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, ജോലിയായിരിക്കാം, കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പേർക്ക് ഇവിടെ എനിക്ക് ഇമോഷണൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യം കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് കാണുന്നുണ്ട്. ഫാമിലി ആയിട്ട് ചിലപ്പോൾ മാരേജ് കമ്മിറ്റ്മെൻറ്റ് ആവാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, വെരി നൈസ്, ബ്യൂട്ടിഫുൾ കാർഡ്. ഓക്കെ, ബ്യൂട്ടിഫുൾ എനർജി, ക്ലെയിം ചെയ്യൂ. എൻ്റെ ക്യാൻഡിൽ കഴിഞ്ഞു പോകുന്നുണ്ട്, കഴിഞ്ഞോട്ടെ, സാരമില്ല, ഓക്കെ. നിങ്ങളുടെ പ്രോബ്ലംസ് എൻഡാവുന്നു എന്നെടുത്തോളൂ കേട്ടോ. ഓക്കെ, ആ ക്യാൻഡിൽ കത്തി തീരുന്നുണ്ട്. നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം അതിൽ കത്തി തീരട്ടെ. ഓക്കെ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം അവസാനിച്ച് വേറെ നിങ്ങൾക്ക് നല്ല ബ്ലെസ്സിങ് വരും എന്നെടുത്തോളൂ കേട്ടോ. നമ്മളെല്ലാത്തിലും പോസിറ്റീവ് ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഗൈഡൻസ് കൂടി നോക്കാം. നമുക്ക് ദ മാസ്കുലൈൻ, സെൽഫ് ലവ്, വെരി ഗുഡ്. അക്സെപ്റ്റൻസ്, ഇത് കൂടുതലും റിലേഷൻഷിപ്പിന്റെ കാര്യമാണല്ലോ ഇവിടെ വരുന്നത്. മറ്റേതിൽ കരിയർ ആയിരുന്നു വേണ്ടത്. എനിവേ, ദ വോയിഡ്, അട്രാക്ഷൻ, one more card please. Hunger, blossoming. ഫെയ്ത്ത് വെക്കാൻ പറയുന്നുണ്ട്. നിങ്ങളോട് വിശ്വാസം, ട്രസ്റ്റ് യൂണിവേഴ്സിൽ ബിൽഡ് ചെയ്ത് വെക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് എല്ലാം നിങ്ങൾക്ക് വേണ്ടത് വേണ്ട സമയത്ത് നിങ്ങൾക്ക് എത്തിക്കും. ന്യായം നിങ്ങളുടെ ഭാഗത്ത് തീർച്ചയായിട്ടും വരും. ഇവിടെ മാസ്കുലൈൻ എന്ന് പറയുമ്പോൾ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമായിരിക്കാം, ആൻഡ് അക്സെപ്റ്റൻസ് ഉണ്ട്. സോ കുറച്ച് പേർക്ക് ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ഓഫർ വരുന്നു, ഒരു വ്യക്തിയുടെ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് ഒരു മാരേജ് ഓഫർ നിങ്ങൾക്ക് വരുന്ന പോലെ ആയിരിക്കാം. അത് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുന്ന ഒരു ബന്ധമായിരിക്കും. ഓക്കെ, അല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു ഫ്ലർട്ടിങ്ങോ അല്ലെങ്കിൽ വെറുതെ ഒരു റിലേഷൻഷിപ്പോ രീതിയിലായിരിക്കില്ല. കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക. അത് യെസ്, നല്ല തന്നെയാണ്. മാത്രമല്ല ഓൾറെഡി ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട്, നിങ്ങളെ പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, സെൽഫ് ലവ്, ഇതിവിടെ നിങ്ങൾ സെൽഫ് ലവിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി, ഞാൻ നേരത്തെ തന്നെ അത് എനിക്ക് തോന്നിയതാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു അബണ്ടൻസിലാണ് നിൽക്കുന്നത്, നിങ്ങളുടെ ഒരു സെൽഫ് ലവിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾ അവനവനെ കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവനവനെ എന്താ പറയുക, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളിലേക്ക് വേറെ നല്ലത് വരിക, അത് മനസ്സിലാക്കാം. അട്രാക്ഷൻ,
ഇത് രണ്ടും കൂടി നോക്കുമ്പോൾ നമ്മളൊരു കാര്യം പറയാം, എന്നിട്ട് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, ഓക്കെ, ആ ചിന്തിക്കുന്നത് നമ്മൾ അട്രാക്ട് ചെയ്യുന്ന പോലെ, അതായത് നിങ്ങൾ നിങ്ങളുടെ പവർ മനസ്സിലാക്കി നിൽക്കുമ്പോൾ നിങ്ങളിലേക്ക് അതേ പോലെ എനർജിയുള്ള കാര്യങ്ങൾ വരും. അതായത് നിങ്ങൾക്ക് നല്ലത് എന്താണോ അത് നിങ്ങളിലേക്ക് വരും. ഓക്കെ, അത് നിങ്ങളുടെ പോസിറ്റീവ് ചിന്തകളിലൂടെയാണ് നിങ്ങൾക്കത് കിട്ടാൻ പോകുന്നത്. അട്രാക്ഷനാണ് കാണുന്നത്. അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കുക. യൂണിവേഴ്സിലെല്ലാം പ്രസന്റ് ആണ് ഓൾറെഡി. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം യൂണിവേഴ്സിലുണ്ട്. നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കുക. അതായത് നിങ്ങൾ ആ ഒരു എനർജി, ഹൈ എനർജിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ സെൽഫ് ലവിൻ്റെ വാല്യൂ, സെൽഫ് വാല്യൂ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്തും. അതാണ് ഞാൻ നേരത്തെ ജസ്റ്റിസിന്റെ കാര്യം പറഞ്ഞത്. സോ നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും. പക്ഷെ അതിനാദ്യം നിങ്ങൾ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയണം, അല്ലേ? നിങ്ങൾ എന്താ അർഹിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? അപ്പോഴേ അതിനനുസരിച്ച് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുള്ളൂ. ഓക്കെ, ഇവിടെ വോയിഡ് കാണുന്നുണ്ട്, വോയിഡ് ആൻഡ് ഹങ്കർ. ഓക്കെ, നിങ്ങൾ ഇടയിൽ ഒരു ഫേസ് നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവാം, വളരെ ഒറ്റപ്പെട്ട പോലെ, ഓക്കെ, തനിച്ചായി പോയ പോലെ, നിങ്ങൾക്ക് ആരും ഇല്ലാത്ത പോലെയൊക്കെ നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ബട്ട് ഐ തിങ്ക് ഇപ്പോൾ ഇത് നോക്കിക്കോളൂ, ഇത് ഫുൾ ഡാർക്ക് എനർജിയാണ്, അല്ലേ? ഡാർക്കാണ്. ന്യൂ മൂൺ, നമ്മുടെ അമാവാസി എന്നെടുത്തോളൂ. അത് കഴിഞ്ഞ് ഇവിടെ നോക്കൂ, ഫുൾ മൂണിൻ്റെ എനർജിയാണ്, അല്ലേ? ആ വുൾഫ് മൂൺ എന്ന് പറയുമ്പോൾ ഫുൾ മൂണാണിത്. സോ ടോട്ടലി ഇതിവിടെ ഒരാൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഒരു ലേഡിയാണിത്, ഇതിങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് മൂൺ നോക്കൂ, എഴുന്നേറ്റ് ലൈക്ക് ആ പവറിലേക്ക് വരുന്ന പോലെയാണ്. സോ നിങ്ങൾ ആ ഒരു മാറ്റം, ഈ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിൽ വരുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു ഡാർക്ക് ഫേസ് ഇപ്പോൾ നിങ്ങൾ റെഡിയാണ്. യു ആർ റെഡി ടു അട്രാക്ട്. ഓക്കെ, യു ആർ റെഡി ടു അക്സെപ്റ്റ്, യു ആർ റെഡി ടു റിസീവ് എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ ആ ഒരു സെൽഫ് ലവ്, നിങ്ങളുടെ ഒരു പവറിലേക്ക് നിങ്ങൾ വരുമ്പോൾ ആക്ച്വലി നിങ്ങളുടെ മാസ്കുലൈൻ എനർജിയിലേക്ക് നിങ്ങൾ വരുന്ന പോലെയാണ്. മാസ്കുലൈൻ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ആണുങ്ങൾ, മീൻസ് ലേഡീസ് പ്രത്യേകിച്ചും. ജെൻസ് ആകുമ്പോൾ യെസ് നിങ്ങളുടെ ആ പവറിൽ നിൽക്കുക എന്ന് നിങ്ങൾ എടുക്കാം. ലേഡീസ് ആകുമ്പോൾ നിങ്ങളും ആ ഒരു മാസ്കുലൈൻ എനർജിയിൽ വരിക എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഇമോഷണലായിട്ട് മാത്രമല്ല, ഓക്കെ, നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് കൂടി ചിന്തിച്ച് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങൾ ആ ഒരു ധൈര്യത്തിലും കോൺഫിഡൻസിലും നിങ്ങൾ നിൽക്കുക എന്ന രീതിയിലാണ്. അതൊക്കെയാണ് മാസ്കുലൈൻ പവർ. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ തുടങ്ങുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഇനിയോ വിഷമിച്ചിരിക്കരുത്. ഇങ്ങനത്തെ ഒരു ഫേസ് ആണെങ്കിൽ നിങ്ങൾ മാറ്റം. ആക്ച്വലി ഫുൾ മൂണ് ഇപ്പോൾ ന്യൂ മൂണാണ് വരാൻ പോകുന്നത്. അമാവാസി അടുത്ത ആഴ്ച വരുന്നുണ്ട്. അടുത്ത ന്യൂ മൂൺ മേ ബി ഈ ഒരു മൂൺ ഫേസിൻ്റെ ഉള്ളിൽ മേ ബി നിങ്ങൾക്ക് ചേഞ്ചസ് കാണാം എന്നായിരിക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ അമാവാസി ഐ തിങ്ക് 27th ആണ് എൻ്റെ ഓർമ്മയിൽ. 27th തൊട്ട് അപ്പോൾ അടുത്ത ഫുൾ മൂൺ വരുന്നവരെ ആ ഒരു 15 ദിവസത്തിൽ ഐ തിങ്ക് നിങ്ങൾക്ക് ആ ഒരു മാറ്റം കാണാനുള്ള സാധ്യത ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അട്രാക്ട് ചെയ്യാൻ നിങ്ങൾ പക്ഷേ നിങ്ങളുടെ ഒരു സെൽഫ് ലെവലിലേക്ക് വരിക, നിങ്ങളുടെ ഒരു മാസ്കുലൈൻ എനർജിയിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് എല്ലാം തരാൻ തയ്യാറാണ്. ബട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞാൽ മാത്രമേ യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ലത് ബ്ലെസ്സിങ് കൊണ്ടുവരുള്ളൂ. ഓക്കെ, എനിവേ നല്ല റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ അബണ്ടൻസ് കാണുന്നുണ്ട്, കരിയർ എല്ലാം കാണുന്നുണ്ട്. സോ പോസിറ്റീവായിട്ടിരിക്കുക. വളരെ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ദൈവത്തിനോട്, യൂണിവേഴ്സിനോട്. എന്ത് തരുന്നാലും അതിനെല്ലാം നന്ദി പറയാം. നിങ്ങളുടെ ഒരു വിഷമത്തിൻ്റെ പീരീഡ് കഴിയാൻ പോകുന്നു എന്ന രീതിക്കാണ് എനിക്ക് കിട്ടുന്ന നമ്പേഴ്സ്. ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഇവിടെ ഫോർസ് കുറേ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ തന്നെ നോട്ട് ചെയ്താണ്, ഒരുപാട് 4 ഉണ്ടായിരുന്നു. നമ്പേഴ്സ് ഞാൻ നോക്കിയില്ല, സാറില്ല, പോട്ടെ. ഓക്കെ, സാറില്ല, എന്തായാലും 4 ഒരുപാടുണ്ട്. 4 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയാം, നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരുന്നു എന്ന് പറയാം. ഓക്കെ, ആൻഡ് 1 ഇവിടെ ന്യൂ ബിഗിനിങ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഫേസിൽ നിന്ന് മാറിയിട്ട് നിങ്ങളൊരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ വരട്ടെ. ആക്ച്വലി ഇതും 1 ആണ്, ഇതും 1 ആണ്. ഇത് 1 ആയിരുന്നു ഇവിടെ ഓൾറെഡി. ഇവിടെ 9, 10, 11 ആണ്. സോ 1 ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, സോ 1 2ലേക്ക് പോകുന്നു. ഓക്കെ, ടേക്ക് ദാറ്റ്. എല്ലാം നിങ്ങൾ മനസ്സിലാക്കും. 1 നിങ്ങൾ 2ലേക്ക് കയറുന്നു എന്ന് മനസ്സിലാക്കാം. 1 എന്ന് പറയുമ്പോഴും നിങ്ങൾ പുതിയ ബിഗിനിങ്, പുതിയ തുടക്കം. ഓക്കെ, നിങ്ങൾ ലൈഫിലൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങൾ മാറാം ആദ്യം, ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, സോറി. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.